ലൈവില് വൻ അടി നടന്നു ആര്യനും അനീഷും. അതിന് മുന്നേ അനുമോള് ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുത്തോന്ന് പറഞ്ഞിട്ട് അബിയും അനുവിനെയും എല്ലാവരും അനുവിനെ ചീത്ത പറയുന്നുണ്ട്. അതിനുശേഷം അക്ബറും അനു ഒരു വലിയ അടി നടന്നു. അങ്ങനെ അനു കത്തി കയറാണ് കേട്ടോ. അനു വിട്ടു കൊടുക്കുന്നില്ല. കാരണം അനുവിനെ മനസ്സിലായി പുറത്ത് എനിക്ക് പോസിറ്റീവാണ്. അപ്പോൾ അതുപോലെ തന്നെ അനു മുന്നോട്ട് പോവാണ്. അപ്പോൾ അത് ഏറ്റുപിടിച്ചിട്ട് ആരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും ഫ്രിഡ്ജിൽ നിന്ന് എൻ്റെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അനീഷ് പറഞ്ഞു അങ്ങനെ മാറ്റി വെച്ചത് എടുത്ത് കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആര്യം പറഞ്ഞു ഇത് ഞാൻ എനിക്ക് കിട്ടിയ എൻ്റെ ഭാഗം ആണ് അത്. അപ്പോൾ അനീഷ് പറഞ്ഞു നീ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ് പറഞ്ഞത്, ഒന്ന് പോടാ ക്നാപ്പാന്ന് ആര്യൻ അനീഷിനെ വിളിക്കുകയാണ്. അത് അനീഷിനെ ഭയങ്കര ദേഷ്യം വന്നു. അനീഷ് പറഞ്ഞു നീ നിൻ്റെ വീട്ടുകാരെ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മസ്താനി പറഞ്ഞു ഇത് വീട്ടുകാരെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം പറഞ്ഞു അങ്ങനെ വീട്ടുകാർ വിളിച്ചില്ലേ. ആര്യം അത് ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും പിന്നെ അത് തന്നെ തിരിച്ച് പറയാൻ തുടങ്ങി. വീട്ടുകാർ വിളിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ പിതാവിനെ സ്മരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ആദ്യം പിതാവിൻ്റെ അർത്ഥം അറിയോടാ, പിതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് നല്ല ചീത്ത പറയുന്നുണ്ട് ആര്യനെ. ആര്യനോട് ദേഷ്യം നമുക്ക് തോന്നാൻ കാരണം ആര്യന് എല്ലാവരോടും പുച്ഛാണ്. അത് ആര്യൻ്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അനീഷ് പറയുമ്പോഴും പുച്ഛം, അക്ബർ ആര് പറഞ്ഞാലും ആര്യൻ്റെ ഈ പുച്ഛം അത് കാണുമ്പോൾ തന്നെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ ഭയങ്കര ദേഷ്യം വരട്ടെ. അങ്ങനെ അനീഷ് നല്ലോണം പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു നീ ആദ്യം വിളിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞതെന്ന്. അപ്പോൾ നീ എന്നെ ക്നാപ്പാന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട് ഇല്ല വിളിച്ചിട്ടില്ല പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് നീ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ നിൻ്റെ ഒരു ഗ്രൂപ്പുകാരുണ്ടാവും, പക്ഷെ മറു ഗ്രൂപ്പുകാർ പറയും നീ വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരോടും ചിരിയായിട്ട് മറു ഗ്രൂപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മസ്താനി ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. മസ്താനീൻ്റെ ഗെയിം എന്തോ ആയിക്കോട്ടെ, മസ്താനിയുടെ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. സംസാരം എന്താണെന്നറിയില്ല, മസ്താനി ഒരു നെഗറ്റീവ് ഫീലാണ്. അത് മസ്താനി എത്ര നല്ല ഗെയിം കളിച്ചാലും പുള്ളിക്കാരിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു നെഗറ്റീവ് ഫീലാണ്. അത് അവിടെ അനുമോള് പറയുന്നുണ്ട്. മസ്താനി എന്താണിത് ഇങ്ങനെ വർത്താനം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്നെയും പ്രവീണിനെയും വെച്ച് പറയുന്നതൊക്കെ മസ്താനി പറയുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അത് തിരുത്താനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ശ്രമിച്ചിരുന്നു അങ്ങനെ തിരുത്താൻ, ഇപ്പം ഞാൻ ഒന്നും നോക്കണില്ല എന്താ വെച്ചാൽ പറയട്ടെ എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് നല്ലോണം ആര്യനെ നല്ലോണം തിരിച്ചു പറഞ്ഞു. അപ്പോൾ ആര്യനും ഒരു പുച്ഛിച്ച് വിടുന്നുണ്ട്, നിനക്ക് ശരിക്കുള്ള കളിക്കാരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഫൈറ്റ് നടന്നത്. ലൈവിൽ വൻ അടി നടന്നു ആര്യനും അനീഷും. അതിന് മുന്നേ അനുമോള് ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുത്തോന്ന് പറഞ്ഞിട്ട് അബിയും അനുവിനെയും എല്ലാവരും അനുവിനെ ചീത്ത പറയുന്നുണ്ട്. അതിനുശേഷം അക്ബറും അനു ഒരു വലിയ അടി നടന്നു. അങ്ങനെ അനു കത്തി കയറാണ് കേട്ടോ. അനു വിട്ടു കൊടുക്കുന്നില്ല. കാരണം അനുവിനെ മനസ്സിലായി പുറത്ത് എനിക്ക് പോസിറ്റീവാണ്. അപ്പോൾ അതുപോലെ തന്നെ അനു മുന്നോട്ട് പോവാണ്. അപ്പോൾ അത് ഏറ്റുപിടിച്ചിട്ട് ആര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും ഫ്രിഡ്ജിൽ നിന്ന് എൻ്റെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അനീഷ് പറഞ്ഞു അങ്ങനെ മാറ്റി വെച്ചത് എടുത്ത് കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആര്യം പറഞ്ഞു ഇത് ഞാൻ എനിക്ക് കിട്ടിയ എൻ്റെ ഭാഗം ആണ് അത്. അപ്പോൾ അനീഷ് പറഞ്ഞു നീ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ് പറഞ്ഞത്, ഒന്ന് പോടാ ക്നാപ്പാന്ന് ആര്യൻ അനീഷിനെ വിളിക്കുകയാണ്. അത് അനീഷിനെ ഭയങ്കര ദേഷ്യം വന്നു. അനീഷ് പറഞ്ഞു നീ നിൻ്റെ വീട്ടുകാരെ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മസ്താനി പറഞ്ഞു ഇത് വീട്ടുകാരെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം പറഞ്ഞു അങ്ങനെ വീട്ടുകാർ വിളിച്ചില്ലേ. ആര്യം അത് ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും പിന്നെ അത് തന്നെ തിരിച്ച് പറയാൻ തുടങ്ങി. വീട്ടുകാർ വിളിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ പിതാവിനെ സ്മരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ആദ്യം പിതാവിൻ്റെ അർത്ഥം അറിയോടാ, പിതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് നല്ല ചീത്ത പറയുന്നുണ്ട് ആര്യനെ. ആര്യനോട് ദേഷ്യം നമുക്ക് തോന്നാൻ കാരണം ആര്യന് എല്ലാവരോടും പുച്ഛാണ്. അത് ആര്യൻ്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അനീഷ് പറയുമ്പോഴും പുച്ഛം, അക്ബർ ആര് പറഞ്ഞാലും ആര്യൻ്റെ ഈ പുച്ഛം അത് കാണുമ്പോൾ തന്നെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ ഭയങ്കര ദേഷ്യം വരട്ടെ. അങ്ങനെ അനീഷ് നല്ലോണം പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു നീ ആദ്യം വിളിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞതെന്ന്. അപ്പോൾ നീ എന്നെ ക്നാപ്പാന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട് ഇല്ല വിളിച്ചിട്ടില്ല പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് നീ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ നിൻ്റെ ഒരു ഗ്രൂപ്പുകാരുണ്ടാവും, പക്ഷെ മറു ഗ്രൂപ്പുകാർ പറയും നീ വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരോടും ചിരിയായിട്ട് മറു ഗ്രൂപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മസ്താനി ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. മസ്താനീൻ്റെ ഗെയിം എന്തോ ആയിക്കോട്ടെ, മസ്താനിയുടെ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. സംസാരം എന്താണെന്നറിയില്ല, മസ്താനി ഒരു നെഗറ്റീവ് ഫീലാണ്. അത് മസ്താനി എത്ര നല്ല ഗെയിം കളിച്ചാലും പുള്ളിക്കാരിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു നെഗറ്റീവ് ഫീലാണ്. അത് അവിടെ അനുമോള് പറയുന്നുണ്ട്. മസ്താനി എന്താണിത് ഇങ്ങനെ വർത്താനം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്നെയും പ്രവീണിനെയും വെച്ച് പറയുന്നതൊക്കെ മസ്താനി പറയുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അത് തിരുത്താനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ശ്രമിച്ചിരുന്നു അങ്ങനെ തിരുത്താൻ, ഇപ്പം ഞാൻ ഒന്നും നോക്കണില്ല എന്താ വെച്ചാൽ പറയട്ടെ എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് നല്ലോണം ആര്യനെ നല്ലോണം തിരിച്ചു പറഞ്ഞു. അപ്പോൾ ആര്യനും ഒരു പുച്ഛിച്ച് വിടുന്നുണ്ട്, നിനക്ക് ശരിക്കുള്ള കളിക്കാരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഫൈറ്റ് നടന്നത്.